തൃശൂർ എങ്ങണ്ടിയൂർ സിപിഐഎം പ്രവർത്തകനെ ബിജെപിക്കാർ വെട്ടിക്കൊന്നു. പോക്കുളങ്ങര സ്വദേശി ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വെട്ടേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, എങ്ങനെയായിരുന്നു സംഭവം? എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്? സൗമ്യ, വെട്ടേറ്റ് ചികിത്സയിലിരുന്ന ശശികുമാർ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ശശികുമാറിന് വെട്ടേറ്റത്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിപിഐഎം പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ വ്യാപകമായി ആക്രമണം നടന്നു വരികയായിരുന്നു. ഈ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ഞായറാഴ്ച രാത്രി ശശികുമാറിന് ഏങ്ങണ്ടിയൂരിൽ വെച്ച് വെട്ടേറ്റത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6 ബിജെപി പ്രവർത്തകരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏങ്ങണ്ടിയൂർ സ്വദേശികളും ബിജെപിയുടെ സജീവ പ്രവർത്തകരുമായ ബിജു, കൃഷ്ണദാസ്, സാബു, സജിൽ, ദിനീഷ്, സുദർശൻ എന്നിവരാണ് ഇന്നലെ പിടിയിലായിരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ ചികിത്സയിലിരുന്ന ശശികുമാറിന്റെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ 19-ാം തീയതി നടന്ന വോട്ടെണ്ണലിന് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ബിജെപി പ്രവർത്തകർ സിപിഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ ഇടവിലങ്ങ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത ശേഷം ബിജെപി പ്രവർത്തകർ തീയിട്ട ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് സമീപത്തെ CITU ഓഫീസുകൾ, ചുമട്ടുതൊഴിലാളി ഓഫീസർ തുടങ്ങി നിരവധി ഓഫീസുകൾക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ രൂക്ഷമായിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഏങ്ങണ്ടിയൂരിൽ വ്യാപകമായി സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ശശികുമാറാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. സൗമ്യ, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചാലുമൂട് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാൻ ശ്രമം. ഓഫീസിന്റെ വാതിൽ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, സൂചനകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അന്വേഷണം പുരോഗമിക്കുമ്പോൾ എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് രാവിലെ CPM ഓഫീസിൽ എത്തിയ പാർട്ടി പ്രവർത്തകരാണ് ഓഫീസിന് തീവെക്കാനുള്ള ശ്രമം കണ്ടെത്തിയത്. ഓഫീസ് ആക്രമിക്കാനുള്ളതിന്റെ ഭാഗമായിരുന്നു എന്നാണ് CPM പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാലുമൂട് പോലീസിന് വിവരം അറിയിച്ചിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിലെത്തി ഫോറൻസിക് വിദഗ്ധരും മറ്റും പരിശോധന നടത്തുകയാണ്. ഇതിന്റെ വാതിലിന് തീയിടാൻ ശ്രമിക്കുകയും ആ ശ്രമം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വാതിലിന് തീ പിടിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നാണ് CPM നേതാക്കന്മാർ പറയുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. 14-ാം നിയമസഭയുടെ പ്രോടെം സ്പീക്കറായി എസ് ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഗവർണർ P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വൈപ്പിനിൽ നിന്നുള്ള MLA ആണ് എസ് ശർമ്മ. അതേസമയം നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ജൂൺ 2-ന് നടക്കും. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ജൂൺ 3-നാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, ആരോഗ്യമന്ത്രി KK ശൈലജ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗമാണ് അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചത്. രാവിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇന്ന് പരിശോധന നടത്തും. 6 മാസത്തിന് ശേഷമാണ് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കാലവർഷം കടുത്തതോടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായാണ് ഉപസമിതിയുടെ സന്ദർശനം. കഴിഞ്ഞ നവംബർ 28-നാണ് അവസാനം സംഘം സന്ദർശിച്ചത്. രാവിലെ അണക്കെട്ട് പരിശോധിക്കുന്ന സമിതി അംഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കുമളിയിലെ ഓഫീസിൽ യോഗം ചേരും. കേന്ദ്ര ജല കമ്മീഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ഗിരീഷ ചെയർമാനായ സമിതിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പിലെയും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും 2 അംഗങ്ങൾ വീതമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മെഡിക്കൽ കോളേജുകളെ ലോക നിലവാരത്തിലെത്തിക്കാൻ രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പുനലൂർ, പത്തനാപുരം, അഞ്ചൽ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ സഹകരണം വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റേത് നല്ല തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയന് ആശംസകൾ നേർന്നു. തുടർന്ന് അല്പസമയം സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷമാണ് ക്ലീമീസ് ബാവ പുറത്തേക്കിറങ്ങിയത്. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ
പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായി കർദിനാൾ പറഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയോട് ഞാൻ എല്ലാ വിജയാശംസകളും നേർന്നു. നന്മയുള്ള കേരളം, നല്ല വികസനമുള്ള കേരളം, എല്ലാവർക്കും സ്ഥലമുള്ള കേരളം, അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടെ ആ സഹകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരു സംഭാഷണം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിശദമായി അവധാനതയോടുകൂടി സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം തുറന്നിട്ടിട്ടുണ്ട്. ഞങ്ങളതിൽ വളരെ തൃപ്തരുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഞായറാഴ്ച ചേരും. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനാണ് യോഗം ചേരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യത. ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പായി. രണ്ട് കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാകുന്നത്. നിയമസഭാ കക്ഷിയിൽ അംഗബലം കുറവാണെന്നതാണ് പ്രധാന പ്രശ്നം. പരമാവധി 8 അംഗങ്ങളാണ് എ ഗ്രൂപ്പിനുള്ളത്. 12 പേർ ഐ ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. ചെന്നിത്തലയ്ക്ക് വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയില്ലാത്തതും ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാകും. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ ഉമ്മൻചാണ്ടി എടുത്ത നിലപാടിനോട് ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാനാക്കുന്നതിനോടും ഐ ഗ്രൂപ്പ് യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് UDF ചെയർമാൻ ആകേണ്ടതെന്നാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതും ഇതോടെ കീറാമുട്ടിയാകും. ഞായറാഴ്ചത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളായി മുകുൾ വാസ്നിക്, ഷീല ദീക്ഷിത്, ദീപക് ബാബറിയ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ജൈവകൃഷിയുടെ നഗരമാകുന്നു. നഗരപരിധിയിലെ കൃഷിയിടങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് നീലേശ്വരം നഗരസഭ. ഇതിന്റെ ഭാഗമായി ഒരാഴ്ച നീളുന്ന ജൈവോത്സവത്തിന് നീലേശ്വരത്ത് തുടക്കമായി. ജൈവകൃഷിയുടെ സന്ദേശം പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം നഗരസഭ. നഗരസഭാ പരിധിയിൽ വരുന്ന 60 ഏക്കർ സ്ഥലത്ത് വാഴ, നെല്ല്, പച്ചക്കറികൾ എന്നിവ ഇതിനകം കൃഷി ചെയ്തു കഴിഞ്ഞു. ജൈവവേലികളുടെ നിർമ്മാണമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു ശ്രദ്ധേയമായ സംരംഭം. നിലച്ചുപോയ ആഴ്ചച്ചന്ത പുനരാരംഭിക്കാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. കൈമോശം വന്ന ഗ്രാമീണ സംസ്കൃതി ജൈവോത്സവത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്ന് നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ പറഞ്ഞു. നാട്ടു സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ആശയത്തിലൂടെ നല്ലത് വാങ്ങുക, നല്ലത് ഭക്ഷിക്കുക എന്നൊരു ശീലം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുവാനുള്ള ഒരു എളിയ ബോധവൽക്കരണ ശ്രമം എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് വിവക്ഷിക്കാം. ജൈവകൃഷിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ ഒരാഴ്ച നീളുന്ന ജൈവോത്സവത്തിന് തുടക്കം കുറിച്ചു. P. കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജൈവകൃഷി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ കാർഷിക വിളകളുടെ തൈകളും പ്രദർശനത്തിലുണ്ട്. പഴയകാല കാർഷിക സംസ്കൃതിയുടെയും സമൃദ്ധിയുടെയും സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ് നീലേശ്വരം ജൈവോത്സവം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയലാർ രാമവർമ്മയുടെ പേരിലുള്ള സോഷ്യൽ സെന്ററിന്റെ വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മന്ത്രി ബാബു ദിവാകരൻ, വയലാർ രാമവർമ്മ സോഷ്യൽ സെന്റർ സ്ഥാപകൻ, പ്രവാസി കൂടിയായ കാർമൽ മിറാൻഡ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എതിർത്തിരുന്നുവെങ്കിൽ കടൽക്കൊലക്കേസിൽ നാവികന് ജാമ്യം ലഭിക്കില്ലായിരുന്നു. കടൽക്കൊലക്കേസിൽ ഇന്ത്യയ്ക്ക് ആകെയുള്ള പ്രതിയാണ് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടൽക്കൊലക്കേസ് നരേന്ദ്രമോദിയുടെ പ്രധാന പ്രചരണ വിഷയമായിരുന്നു. വിജയിച്ചാൽ നാവികരെ ജയിലിൽ അടയ്ക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നരേന്ദ്രമോദി സ്വന്തം ട്വിറ്ററിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഉയർത്തിവിട്ട വിഷയമായിരുന്നു കടൽക്കൊലക്കേസ്. കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർ ഇപ്പോൾ ഏത് ജയിലിലാണുള്ളതെന്ന് മാഡം വിശദീകരിക്കൂ എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അന്നത്തെ പരിഹാസ ട്വിറ്റ്. അധികാരത്തിലെത്തിയ ശേഷം കേസ് ശക്തമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി തീരുമാനത്തോടെ ഇല്ലാതായതും. മാസിമിലാന ലത്തോറയ്ക്ക് മസ്തിഷ്കാഘാതമുണ്ടായതിനെ തുടർന്ന് ജാമ്യാപേക്ഷ ഹർജി നൽകി. അത് കേന്ദ്ര സർക്കാർ എതിർത്തില്ല. പക്ഷേ രണ്ടാമത്തെ ഇറ്റാലിയൻ നാവികൻ സാൽവത്തോറോ ജെറോമിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ജാമ്യഹർജിയെ കേന്ദ്ര സർക്കാർ എതിർക്കാത്തത് ദുരൂഹമായി. കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. The stance taken by Modi government today is a great injustice to the family of the dead fishermen of Kerala. അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി കനിഞ്ഞാൽ മാത്രമേ ഇനി പ്രതികളെ ഇന്ത്യക്ക് ലഭിക്കൂ. മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാലും ഇറ്റലി അത് അനുസരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങിയ മോദി കടൽ കൊലക്കേസിലും അതുതന്നെ തുടർന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ഇറ്റലിയിൽ നിന്നും സോണിക്കെതിരെ തെളിവ് ലഭിച്ചാൽ നാവികരെ വിട്ടയക്കാമെന്നൊരു ധാരണ മോദി ഉണ്ടാക്കിയതായി നേരത്തെ ആരോപണമുണ്ട്. അത് ശരിവയ്ക്കുന്ന നടപടികളാണ് കോടതിയിൽ കണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.